SSLC ക്ലാസ് 10ന്റെ സോഷ്യൽ സയൻസിലുള്ള ഹിസ്റ്ററിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെവല്യൂഷൻ വരാൻ കാരണമായ റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് റിനൈസൻസിൽ കുറെ ചിന്തകരുണ്ടായിരുന്നു, എന്തൊക്കെ തോട്ടിൽ തന്നെ എന്തൊക്കെ ഡിഫറൻസ് വന്നു. പിന്നെ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നോക്കി, അതുപോലെ ഫ്രഞ്ച് വാർ ഓഫ് ഫ്രാൻസിന്റെ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ ആണ്. അപ്പൊ അമേരിക്കൻ വാറിലാണെങ്കിലും ഫ്രഞ്ചിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ നോക്കിയിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞിട്ട് ആരൊക്കെ ചിന്തകര് വന്നു എന്നുവെച്ചാൽ തിങ്കേഴ്സ് വന്നിട്ട് ആ തിങ്കേഴ്സ് എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ ചിന്തിപ്പിച്ചു തുടങ്ങിയത്, അത് കഴിഞ്ഞിട്ട് ഒരു ട്രിഗർ പോയിന്റ് വന്നു, എന്തോ ഒരു കാരണം കൊണ്ട് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് രണ്ടു പേരിൽ നോക്കി. അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ റെവല്യൂഷൻ എന്താണ്, റെവല്യൂഷന്റെ കോൺസിക്വൻസസ് എന്താണ്, ഇതാണ് നമ്മൾ നോക്കിയത്. ഇതുപോലെ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് മിഡിൽ അമേരിക്കയും സൗത്ത് അമേരിക്കനെയും ചേർന്നിട്ടാണ് നമ്മൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. 17th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ പോർച്ചുഗൽസ് കുറെ പേര് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടായിരുന്നു, കോളനീസ് എല്ലാം എസ്റ്റാബ്ലിഷ്. ഇത് തുടങ്ങുന്നത് തന്നെ പാബ്ലോ നെരൂഡ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ പോയറ്റ് നമ്മുടെ മാച്ചു പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. മാച്ചു പിച്ചു എന്ന് പറയുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗത്ത് അമേരിക്കൻ സിവിലൈസേഷന്റെ ഒരു ഭയങ്കര വലിയ സെന്റർ ആയിരുന്നു. അപ്പൊ ആ സെന്റർ, അത്രയും വലിയൊരു സെന്ററിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ഒരു പോയം ഉണ്ടായിരുന്നത്. അപ്പൊ ദിസ് വാസ് ദ dwelling, this is the place, here the broad grains of maize rose up and fell again like red hail, here gold threads come off the tuna to clothe lovers, storms and mothers, king and prayers and warriors, give me back the slave you buried എന്നാണ് ആ പോയം. അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് വെച്ചാൽ അത്രയും റിസോഴ്സ് ഉള്ളതാണ്. ഇവിടെ മെയ്സ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വലിയ ഗ്രെയിൻസ് ആണ് ഇവിടെ വരുന്നത്, അത്രയും വലിയ റിസോഴ്സസ് ആണ്. ഇവിടെ ക്ലോത്ത് ഉണ്ടാക്കാനുള്ള ത്രെഡ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഷീപ്പുകളെ മേയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. അതേപോലെ ഇവിടെ ഇഷ്ടം പോലെ കാശ് ഉണ്ട്, ബിക്കോസ് ദേ ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് ട്രേഡ്, അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വെൽത്ത് ഉണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു പോയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ യൂറോപ്യൻസ് വന്നു. ഇപ്പൊ ഇവിടേക്ക് ആരാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാറ്റിൻ അമേരിക്ക അല്ലേ, അപ്പൊ ലാറ്റിൻ അമേരിക്കയിലേക്ക് ആരാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാനിഷും പോർച്ചുഗീസും ആണ് വന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്പാനിഷും പോർച്ചുഗീസും എന്ന് പറയുന്ന യൂറോപ്യൻസ് ഇവിടേക്ക് വന്നത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ലാറ്റിൻ അമേരിക്കൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു. അവരെങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നറിയോ, ഇവരുടെ വെൽത്ത് എല്ലാം മോഷ്ടിച്ചു, എല്ലാം ലൂട്ട് ചെയ്തുകൊണ്ട് പോയി. ഇത് മാത്രമല്ല, അവരുടെ കൾച്ചർ, അവരുടെ ട്രഡീഷണൽ കൾച്ചറിനെ ഭയങ്കരമായിട്ട് നശിപ്പിച്ചു. ഒന്ന് ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ അവര് എന്താ പറയാ, ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ അവർ സ്പാനിഷ് ആക്കിയിട്ട് അവരുടെ ഒറിജിനൽ ലാംഗ്വേജ് പോലും അവർ മാറ്റി, ഒഫീഷ്യൽ ലാംഗ്വേജിനെ സ്പാനിഷ് ആക്കി എന്ന് പറഞ്ഞിട്ട് പറയാം. എന്നിട്ട് ലാറ്റിൻ അമേരിക്കനെ ഫുള്ളി സ്പാനിഷുകാരും പോർച്ചുഗീസും ഫുള്ളി കോളനൈസ് ചെയ്തു. എന്നിട്ട് അവരുടെ ലാംഗ്വേജിനെയും റിലീജിയനെയും കസ്റ്റംസിനെയും എല്ലാത്തിനെയും മാറ്റി. അവര് വീടുണ്ടാക്കുന്ന രീതി, അവര് ചർച്ച് ഉണ്ടാക്കുന്നതൊക്കെ സ്പാനിഷ് സ്റ്റൈലിൽ കയറിയിട്ട് ചർച്ചും വീടുകളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതും പോരായിട്ട് കുറെ സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്ത്, ഈ സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയാം. അതും പോരായിട്ട് ഈ ക്രോപ്സ് ഒക്കെ ഉണ്ടല്ലോ, ക്രോപ്പിംഗ് തന്നെ, അതായത് അഗ്രികൾച്ചർ തന്നെ സ്പാനിഷ് സ്റ്റൈലിൽ ചെയ്യണം, സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവര് അതെല്ലാം മാറ്റി. ഇതും പോരാണ്ട് കുറെ ഡിസീസ്, പുതിയ ഡിസീസ് ഒക്കെ യൂറോപ്യൻസ് ഈ ലാറ്റിൻ അമേരിക്കൻസിന് കൊണ്ടു കൊടുക്കാനും കൂടി തുടങ്ങി. പല ടൈപ്പ് ഡിസീസ് ഉണ്ടായിരുന്നു. ഈ ലാറ്റിൻ അമേരിക്കൻസ് എല്ലാത്തിനും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ജീവിക്കായിരുന്നു, സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ യൂറോപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെല്ലാവരും ഇതിന്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് പല പല ഡിസീസസും ഈ അമേരിക്കൻസിന് വന്നു. ഇതും പോരാഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാറ്റിൻ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാര് ഭയങ്കര താഴ്ന്ന വിഭാഗപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഈ യൂറോപ്യൻസ് കൊണ്ടുവന്നിട്ട് തുടങ്ങി. അവരുടെ വെൽത്ത് മുഴുവനും ലൂട്ട് ചെയ്തിട്ട്, വെൽത്ത് മുഴുവനും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ആ നേറ്റീവ്സിനെ എല്ലാവരെയും സ്ലേവ്സ് ആക്കിയിട്ട്
അത്രയും ദുഷ്ടത്തനമാണ് നമ്മുടെ സ്പാനിഷുകാരും പോർച്ചുഗീസും ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ അതുപോലെ തന്നെ അവര് വേറെ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് സിൽവറും എല്ലാം കൊണ്ടുപോയി. അതുപോലെ തന്നെ സ്പെയിൻ അല്ലാതെ വേറെ ഒരു സ്ഥലമായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ സ്പെയിനില് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഉണ്ടെന്ന് വിചാരിച്ചു, സ്പെയിനിൽ എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ലാറ്റിൻ അമേരിക്കക്കാര് ഉണ്ടാക്കാൻ പാടില്ല, അത് ഞങ്ങളുടെ സ്പെയിനിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ മൈൻസ് ഒക്കെ ഇല്ലേ, വലിയ മൈൻസിലൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവിടുത്തെ നേറ്റീവ്സിനെ കൊണ്ട് ഫോഴ്സ് ചെയ്തിട്ട് ഒരു സേഫ്റ്റി മെഷേഴ്സ് പോലും ഇല്ലാണ്ട് അവരെ കൊണ്ടിട്ട് വർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. എല്ലാ നേറ്റീവ്സിനെയും പ്ലാന്റേഷൻസിലൊക്കെ സ്ലേവ്സ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. സോ അങ്ങനെ സിസ്റ്റമാറ്റിക്കലി അവരെ നശിപ്പിച്ച് അങ്ങേ അറ്റം ആക്കി നമ്മുടെ യൂറോപ്പുകാർ എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒരു പോയം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ പോയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന അത്രയും റിസോഴ്സിൽ കിടിലമാണ്, അതേപോലെ ഷീപ്പിലാണെങ്കിലും അതുപോലെ വെൽത്തിൽ നല്ല കിടിലമാണെന്ന് മനസ്സിലായി. പിന്നെ അവരെ ഭരിക്കാൻ വന്നത് സ്പാനിഷുകാരും പോർച്ചുഗീസും ആണെന്ന് മനസ്സിലായി. അവരെ സിസ്റ്റമാറ്റിക്കലി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പാനിഷ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പാനിഷ് ആക്കി. അതുപോലെ അവരുടെ വീടുണ്ടാക്കുന്നതും ചേർച്ച് ഉണ്ടാക്കുന്നതും ഫാമിംഗ് രീതികളും അങ്ങനെ എല്ലാം സ്പാനിഷ് സംഭവങ്ങളാക്കി. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്നു, ആൾക്കാരെ അടിമകളാക്കി. ബിസിനസ് സ്പെയിനുമായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സ്പെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഗോൾഡ് എല്ലാം കൊണ്ടുപോയി. അതുപോലെ മൈൻസ് പോലത്തെ സ്ഥലങ്ങളിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആൾക്കാരെ വർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറെ ദുഷ്ടത്തനങ്ങൾ ചെയ്തു. ഇനി എന്താ, അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. ഇനി ആരാ വന്നത് ഇവരെ ഇതിൽ നിന്നുമൊക്കെ രക്ഷിക്കാനായിട്ട്? ഇതിൽ നിന്നും രക്ഷിക്കാനായിട്ട് കുറച്ച് ലീഡേഴ്സ് ലൈക്ക് ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബോളിവർ, ഹോസെ എന്നാണ് കേട്ടോ പറയുന്നത്, ജോസ് ഡേ സാൻ മാർട്ടിൻ, അങ്ങനത്തെ കുറച്ച് ലീഡേഴ്സ് വന്നു. ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബോളിവർ, ജോസ് ഡേ സാൻ മാർട്ടിൻ, അങ്ങനത്തെ കുറച്ച് ലീഡേഴ്സ് ആണ് വന്നിട്ട് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിന് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തത്. അപ്പൊ ഇത് ഫൈറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഒക്കെ സക്സസ് കാരണമാണ് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ പീപ്പിള് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തത്. ഞാൻ അൾട്ടിമേറ്റ്ലി ഒരു 1825 ഒക്കെ ആയപ്പോഴത്തേക്കും ലാറ്റിൻ അമേരിക്കൻ കോളനീസ് എല്ലാം ഫ്രീ ആയി എന്ന് പറഞ്ഞിട്ട് പറയാം. സോ അതാണ് നമ്മുടെ ലാറ്റിൻ അമേരിക്കയുടെ കഥ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റഷ്യൻ റെവല്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ റഷ്യൻ റെവല്യൂഷനിലും ഈ പറയുന്ന പോലെ, അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസില് അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ അടി. ഫ്രഞ്ച് വാറില് നമ്മുടെ കിങ്സും അവിടുത്തെ ആൾക്കാരും തമ്മിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് റോബിസ്ഫിയറും ആൾക്കാരും തമ്മിൽ, എന്നിട്ട് നെപ്പോളിയന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കയുടെ കാര്യം പറഞ്ഞത്. ലാറ്റിൻ അമേരിക്കയിലെ നേറ്റീവ്സും അതുപോലെ തന്നെ തിരിച്ച് സ്പെയിനും പോർച്ചുഗീസും തമ്മിലായിരുന്നു. സ്പാനിഷിനെതിരെയും പോർച്ചുഗീസിനെതിരെയായിരുന്നു അവര് വാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പറയാം. അത് കഴിഞ്ഞിട്ടുള്ളത് റഷ്യൻ റെവല്യൂഷൻ ആണ്. റഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ദ മദർ എന്ന് പറയുന്ന നോവലില് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റഷ്യൻ റൈറ്റർ ഉണ്ട്, മാക്സിം ഗോർക്കി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന കുറച്ച് വരികളായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വരികളിൽ കൂടി നമുക്ക് എന്താ മനസ്സിലാവണമെന്ന് അറിയോ? ഇവിടുത്തെ വർക്കേഴ്സിന്റെയും ഫാമേഴ്സിന്റെയും ഒക്കെ അവസ്ഥ ഭയങ്കര ദുരിതത്തിലാണ് അവിടുത്തെ വർക്കേഴ്സും ഫാമേഴ്സും ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഒരു മദർ എന്ന് പറയുന്ന ഒരു നോവലിന്റെ വരികളിൽ കൂടിയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ആൾക്കാരുടെ അവസ്ഥ മാത്രമല്ല, ആൾക്കാരുടെ ഡിമാൻഡ്സ് എന്താ, എന്തുകൊണ്ട് ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടി അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്നു, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഈ വരികളിൽ കൂടിയുണ്ട്. അപ്പൊ അവര് ഡിമാൻഡ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ നിർത്തലാക്കണം. കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ വലിയ കാശുള്ള ആൾക്കാർക്ക് മാത്രമേ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം ഇല്ലാണ്ടാക്കുക, അതേപോലെ എല്ലാവർക്കും നന്നായിട്ട് ജോലി കൊടുക്കുക, ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള കൂലി കൊടുക്കുക, ഇങ്ങനത്തെ ഒക്കെ ഡിമാൻഡ്സ് ആണ് അവർ വെച്ചോണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ റെവല്യൂഷന്റെ കാര്യമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇനി എങ്ങനെയാണ് റെവല്യൂഷൻ വന്നത്? അപ്പൊ നമ്മൾ കമ്മിങ് ബാക്ക് ടു നമ്മുടെ നേരത്തെ സാധനം, സൊസൈറ്റി എങ്ങനെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് റെവല്യൂഷൻ ട്രിഗർ ആയി, അപ്പൊ സൊസൈറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫസ്റ്റ് നോക്കണം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഫാമേഴ്സും ഫാക്ടറി വർക്കേഴ്സും കുറെ പേര് റഷ്യയിലുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഭയങ്കര ദുരിതമായ അവസ്ഥ. അപ്പൊ ഇവിടെ ആരാണ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്? സാർ
TSAR എന്നാണ്. അപ്പൊ അതിൽ ടി സൈലന്റ് ആണ്. എന്തിനാണ് ആ ടി കൊടുക്കണമെന്ന് എനിക്ക് ഇന്നും വരെ മനസ്സിലായിട്ടില്ല. അപ്പൊ സാറിസ്റ്റ് എംപറേഴ്സ് ആണ് റഷ്യ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സാറിസ്റ്റ് എംപറേഴ്സിന്റെ കീഴിൽ ഫാമേഴ്സും ഫാക്ടറി വർക്കേഴ്സും ഒക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ വന്നപ്പോ ഇതിന്റെ ഇടയിൽ എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷനും ഭയങ്കര കുറവാണ്. ഇങ്ങനെ വന്നപ്പോ ഫാമേഴ്സിന്റെ ഇൻകം ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നു. ഇതിൽ തന്നെ ലാൻഡ് ഇല്ലാത്ത ഫാമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഹ്യൂജ് ടാക്സ് കൊടുക്കണം. അപ്പൊ ലാൻഡ് ഇല്ലാത്ത ഫാമേഴ്സ് എവിടെ നിന്ന് എടുത്തിട്ട് ഹ്യൂജ് ടാക്സ് കൊടുക്കും? ഭയങ്കര പ്രശ്നമായി. അപ്പൊ റഷ്യക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, എന്നാ പോലും അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒട്ടുമേ ഇല്ല, ഭയങ്കര കുറവാണ്. കാരണം മിക്ക ഇൻഡസ്ട്രീസും കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഫോറിൻ ആയിട്ടുള്ള ആൾക്കാരാണ്, ഫോറിനേഴ്സ് ആണ് അവിടുത്തെ ഇൻഡസ്ട്രീസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഈ മാക്സിം ഗോർക്കി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാക്സിം ഗോർക്കിനെ പോലത്തെ ആൾക്കാർ, അതേപോലെ ലിയോ ടോൾസ്റ്റോയ്, അതേപോലെ തന്നെ വേറെ കുറെ ആൾക്കാർ, ആന്റോൺ ചെക്കോവ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വർക്കേഴ്സിന്റെയും ഫാമേഴ്സിന്റെയും ഒക്കെ അവരുടെയൊക്കെ കഷ്ടപ്പാടിനെ കുറിച്ചിട്ട് ഇവരുടെയൊക്കെ നോവൽസിലും പോയംസിലും ഒക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ നമ്മുടെ തിങ്കേഴ്സ് വന്ന് നമ്മുടെ സൊസൈറ്റിയുടെ ദുരിതാവസ്ഥ പറഞ്ഞു. സാർ എംപറേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, അവരുടെ ഓട്ടോക്രസി ആയിരുന്നു. അപ്പൊ ഫാമേഴ്സിനും വർക്കേഴ്സിനും ഫാക്ടറി വർക്കേഴ്സിനും ഭയങ്കര പ്രശ്നമായിരുന്നു. ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആണ്. റഷ്യ നാച്ചുറൽ റിസോഴ്സിൽ കിടിലമാണെങ്കിലും അവരുടെ ഇൻഡസ്ട്രീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇൻഡസ്ട്രീസ് എല്ലാം ഫോറിൻ ആൾക്കാരാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി തിങ്കേഴ്സ് വന്നു. തിങ്കേഴ്സ് ആരൊക്കെയാ വന്നേ? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടെർഗനേവ്, അതുപോലെ ആന്റോൺ ചെക്കോവ് ഒക്കെയാണ് അവരുടെ തിങ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോട്ട് എഴുതുമ്പോഴത്തേക്കും എല്ലാത്തിന്റെയും സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ്, രണ്ടാമത് എല്ലാ ഫ്രഞ്ച് റെവല്യൂഷന്റെ തിങ്കേഴ്സ് ആരാണ്, മറ്റവരുടെ തിങ്കേഴ്സ് ആരാണ്, അവരുടെ തിങ്കേഴ്സ് ആരാണ്, അതിങ്ങനെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മതി. അങ്ങനെ നോട്ട് എഴുതി പഠിച്ചാൽ എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പൊ മാർക്സിസ്റ്റ് ഐഡിയോ, അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ് ഒക്കെ അവരുടെ വർക്കിൽ കൂടിയിട്ട് നമ്മുടെ ഫാമേഴ്സിന്റെ ഒക്കെ ദുരിതാവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ഒക്കെ ഉണ്ടായിരുന്നേ. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആണ് ഭയങ്കര കിടിലമായിട്ടുള്ള മാർക്സിസ്റ്റ് ഐഡിയോളജിസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് ആൾക്കാരിലേക്ക് എത്തിയപ്പോ, വർക്കേഴ്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവരുടെ എന്താ പറയാ, ശരിക്കും അവരനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഐഡിയ കിട്ടിയതുപോലെ ആൾക്കാർക്ക്. അവര് ഈ ഒരു ഐഡിയയിൽ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് ആണ് സുപ്രീമായിട്ട് നിൽക്കുന്നതെന്ന് വിചാരിച്ചുള്ളൂ. അതായത് ഈ ക്യാപിറ്റലിസ്റ്റ്, കാശ് ഉണ്ടാക്കാൻ ഉള്ള ആൾക്കാരെയാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയാം. ആ ക്യാപിറ്റലിസ്റ്റിന് പകരം വർക്കേഴ്സ് ആണ് സുപ്രീം ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. സോ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദ സുപ്രീമസി ഓഫ് ദ വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ട്രേഡ് യൂണിയൻസ് എല്ലാം ഫോം ചെയ്ത് തുടങ്ങി. ഈ വർക്കേഴ്സിന്റെ ഒക്കെ ദുരിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഈ മാർക്സിസ്റ്റ് ഐഡിയോളജീസിന്റെ ബേസിസിലാണ് ഫസ്റ്റ് ഒരു വർക്കേഴ്സ് പാർട്ടി, ദാറ്റ് ഇസ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മെൻഷേവിക്സ് എന്നും ബോൾഷേവിക് എന്നും. മെൻഷേവിക്സ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി പാർട്ടി ആയിരുന്നു, ബോൾഷേവിക്സ് മെജോറിറ്റി പാർട്ടി. അപ്പൊ ഈ ബോൾഷേവിക്സിന്റെ, അതായത് മെജോറിറ്റിയുടെ ലീഡേഴ്സ് ആരൊക്കെയാണ്? ബോൾഷേവിക്സ് എന്ന് പറയുന്ന മെജോറിറ്റിയുടെ ലീഡേഴ്സ് ലെനിനും ട്രോട്സ്കിയും ആയിരുന്നേ. അതേസമയം മെൻഷേവിക്സ് എന്ന് പറയുന്ന മൈനോറിറ്റിയുടെ ലീഡർ എന്ന് പറയുന്നത് അലക്സാണ്ടർ കെറൻസ്കി. അങ്ങനെ ഇങ്ങനെ സമാധാനമായിട്ട് അപ്പൊ ഇങ്ങനത്തെ ലീഡേഴ്സിന്റെ കാര്യവും വന്നു. അപ്പൊ സർക്കംസ്റ്റൻസസ് എന്താണ്? സാറിന്റെ കീഴിലായിരുന്നു, അവരുടെ ഫാമേഴ്സിന്റെ ദുരിതാവസ്ഥയും ഇൻഡസ്ട്രിയൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഫോറിനേഴ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഉള്ള സോഷ്യൽ ചിന്തകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ തന്നെ മാർക്സിസ്റ്റ്, അതിൽ ഏറ്റവും ഫേമസ് കാൾ മാർക്സിന്റെയും ഫ്രെഡറിക് എംഗൽസിന്റെയും മാർക്സിസ്റ്റ് ഐഡിയോളജീസിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയുടെ കാര്യവും പറഞ്ഞു, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ കാര്യവും പറഞ്ഞു. അതിന്റെ ലീഡേഴ്സ് മെൻഷേവിക്സ് എന്ന് പറയുന്ന മൈനോറിറ്റിനെ റൂൾ ചെയ്തുകൊണ്ട് ലീഡർ ആയിട്ടുണ്ടായിരുന്നത് അലക്സാണ്ടർ കെറൻസ്കി ആണെന്നും മറ്റേ ബോൾഷെവിക്സ് എന്ന് പറയുന്ന മെജോറിറ്റിയുടെ ലീഡേഴ്സ് ലെനിൻ ആൻഡ് ട്രോട്സ്കി ആണെന്നും നമ്മൾ പറഞ്ഞു. സോ ഇങ്ങനെ അവര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയാ, ഇടിവെട്ടിയതിന്റെ തലയിൽ പാമ്പ് കടിക്കുക എന്നുള്ളത് പോലെയാണ് സ്ഥിതികൾ വഷളാക്കാനായിട്ട് റഷ്യക്കാര് തോറ്റു. എവിടെ തോറ്റു? റഷ്യയും ജപ്പാനുമായിട്ട് 1905 ഒരു യുദ്ധം നടക്കണ്ടായിരുന്നു, അതില് റഷ്യ തോറ്റു. റഷ്യ തോറ്റപ്പോഴത്തേക്കും
അപ്പൊ ഭയങ്കര മോശമായി അവസ്ഥ. അപ്പൊ വർക്കേഴ്സ് എല്ലാം ഒരു ജോലിയൊന്നുമില്ല, പൊളിറ്റിക്കൽ റൈറ്റ്സ് ഇല്ല, അവരെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ അതിനെതിരെ ഭയങ്കര വലിയൊരു മാർച്ച് നടത്തി, ഒരു ഹ്യൂജ് മാർച്ച്. പെട്രോഗ്രാഡ് എന്ന് പറയുന്ന റഷ്യയിലെ സ്ഥലത്ത് പെട്രോഗ്രാഡിൽ വെച്ചിട്ട് ഒരു വലിയൊരു എന്താ പറയാ, ഒരു മാർച്ച് പോലെ, സമരം പോലെ അങ്ങ് നടത്തി. എന്നിട്ട് അവർക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സ് കിട്ടണം, അതേപോലെ തന്നെ എക്കണോമിക്കലി നിങ്ങൾ റിഫോർമേഷൻ കൊണ്ടുവരണം, എന്തെങ്കിലുമൊക്കെ കാശ് ഉണ്ടാക്കാൻ എക്കണോമിക് റിഫോംസ് കൊണ്ടുവരണം, അതേപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ഫോം ചെയ്യാനുള്ള റൈറ്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പക്ഷെ ഇങ്ങനെ മാർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ മിലിറ്ററിക്കാർ വന്നിട്ട് ഈ ഡെമോൺസ്ട്രേറ്റ് ഇങ്ങനെ ഈ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നിറയൊഴിച്ചു, ഭയങ്കരമായിട്ട് തോക്കൊക്കെ വെച്ചിട്ട് അവരെല്ലാവരെയും കൊന്നു കളഞ്ഞു. ഈ ഇവന്റിനാണ് ബ്ലഡി സൺഡേ എന്നാണ് പറയുന്നത്. കാരണം കുറേ പേര് മരിച്ചു ഇതിന്റെ ഭാഗമായിട്ട്, അതുകൊണ്ട് ഇതിനെ ബ്ലഡി സൺഡേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ വർക്കേഴ്സ് ഓർഗനൈസേഷൻസ്, അപ്പൊ ഇത് ബ്ലഡി സൺഡേ കഴിഞ്ഞതോടുകൂടി വർക്കേഴ്സ് എല്ലാം ഓർഗനൈസേഷൻസ് ഫോം ചെയ്യാൻ തുടങ്ങി. ത്രൂ ഔട്ട് റഷ്യ വർക്കേഴ്സ് എല്ലാവരും ഗ്രൂപ്പായിട്ട് സോവിയറ്റ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻസ് ഫോം തുടങ്ങി. അപ്പൊ അവിടെ വർക്കേഴ്സ് എല്ലാം ജോയിൻ ചെയ്ത് സോവിയറ്റ്സ് ഫോം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സ്ട്രൈക്കുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. സ്ട്രൈക്സ് എല്ലാം കണ്ടക്ട് ചെയ്ത് ആ സ്ട്രൈക്കുകളിലൊക്കെ ഭയങ്കര മാസീവ് സ്ട്രൈക്കായിട്ട് മാറി തുടങ്ങിയപ്പോ എംപററിന് രക്ഷയില്ല. എംപറർ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്തു. നമ്മുടെ സാർ എംപറർ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഡ്യൂമ എന്ന് പറയുന്ന ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്തു. എന്നിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂമേനെ പുള്ളിക്കാരൻ അങ്ങ് ഇഗ്നോർ ചെയ്തു. ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്, പക്ഷെ പുള്ളിക്കാരൻ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. നമ്മുടെ സാർ എംപറർ മൈൻഡ് ഒന്നും ചെയ്തില്ല. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഈ നിക്കോളാസ് ടു എന്ന് പറയുന്ന അപ്പോഴത്തെ സാർ എന്ന് വെച്ചാൽ കിങ്, അപ്പൊ നിക്കോളാസ് ടു എന്ന് പറയുന്ന അപ്പോഴത്തെ സാറ് ഇടയ്ക്ക് വെച്ചിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഫസ്റ്റ് വേൾഡ് വാർ വന്നു. അപ്പൊ ഈ നിക്കോളാസ് ടു പറഞ്ഞു റഷ്യക്കാര് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഫസ്റ്റ് വേൾഡ് വാറിൽ എന്ന് പറഞ്ഞു. ഒരു കാര്യമില്ല, വെറുതെ ഇരിക്കായിരുന്നു അവര്. എന്നിട്ട് പറഞ്ഞു നമുക്ക് ശക്തി തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഡ്യൂമാക്കാര് പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ ഇവര് വന്നില്ലേ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയ ഡ്യൂമാക്കാര് നിക്കോളാസിന്റെ അടുത്ത് ഉപദേശിച്ചു, ചേട്ടാ വെറുതെ ഇരിക്കും, നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറിൽ പോവണ്ടെന്ന് പറഞ്ഞു. അവരുടെയൊക്കെ പ്രൊട്ടസ്റ്റ് ഇഗ്നോർ ചെയ്തിട്ട് നിക്കോളാസ് ടു പറഞ്ഞു റഷ്യക്കാര് ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇഷ്ടം പോലെ റഷ്യൻ സോൾജേഴ്സ് ഈ വാറിൽ മരിച്ചു. അതുമാത്രമല്ല ഭയങ്കര ഫുഡ് ഷോർട്ടേജ്, ആൾക്കാർക്ക് ഭക്ഷണമില്ല, ആൾക്കാർക്ക് ജോലിയില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഓരോരുത്തരും മരിക്കുന്നു, എല്ലാവരും മരിക്കുന്നു, വാറിപ്പോയി. അങ്ങനെ പ്രശ്നത്തോട് പ്രശ്നം. അങ്ങനെ തൗസൻഡ്സ് ഓഫ് വിമൻ എന്ത് ചെയ്തു എന്നറിയോ, ഒരു ദിവസം പെട്രോഗ്രാഡിന്റെ സ്ട്രീറ്റിൽ അങ്ങ് മാർച്ച് ചെയ്തിട്ട് എല്ലാവരും ബ്രെഡ് വേണം എന്ന് പറഞ്ഞിട്ട് കിടന്ന് ബഹളം വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അപ്പൊ വീണ്ടും ഈ പറയുന്നത് പോലെ the workers organize protest march. അപ്പൊ വർക്കേഴ്സും ഈ പറയുന്ന പോലെ പെട്രോഗ്രാഡിൽ പ്രൊട്ടസ്റ്റ് മാർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സോൾജേഴ്സ് വന്നു ഈ ഡെമോൺസ്ട്രേറ്റേഴ്സിനെ ക്രഷ് ചെയ്യാനായിട്ട്. ഡെമോൺസ്ട്രേഷൻസ് ഇങ്ങനെ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡെമോൺസ്ട്രേറ്റേഴ്സിനെ അടിച്ചമർത്താനായിട്ട് നമ്മുടെ സോൾജേഴ്സ് വന്നു. പക്ഷെ അവര് പറഞ്ഞു ഞങ്ങളുടെ ആൾക്കാരാണ്. സോൾജേഴ്സിന് തന്നെ കഷ്ടം തോന്നി, ഇവര് നമ്മുടെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഇവരെ ഞങ്ങൾ ഇനി അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ സോൾജേഴ്സ് കയറി വർക്കേഴ്സിന്റെ കൂടെ ചേർന്നു. കാരണം ഫസ്റ്റ് വേൾഡ് വാറിൽ അനുഭവിച്ചത് സോൾജേഴ്സിന്റെ മനസ്സിലുണ്ട്, പിന്നെ അവനവന്റെ ആൾക്കാരെയാണ് ദ്രോഹിക്കുന്നത് എന്തും സോൾജേഴ്സിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഇവര് വർക്കേഴ്സിന്റെ കൂടെ ചേർന്നു. വർക്കേഴ്സ് ഇപ്പൊ ഈ മൊത്തം ടീം എല്ലാവരും കൂടിയിട്ട് പെട്രോഗ്രാഡിനെയും ക്യാപ്ചർ ചെയ്തു, അവർ പിടിച്ചടക്കി. അതും പോരാനിട്ട് നിക്കോളാസ് ടൂനെ പവറിൽ നിന്നും തൂക്കി വെളിയിൽ കളഞ്ഞു. ഇയാൾ ഇനി എംപറർ അല്ല എന്ന് പറഞ്ഞിട്ട് നിക്കോളാസ് ടൂനെ കയറി പുറത്തു കളഞ്ഞു. അങ്ങനെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് വന്നു. ടെമ്പററി ഗവൺമെന്റിനെയാണ് പ്രൊവിഷണൽ ഗവൺമെന്റ് എന്ന് പറയാം. പ്രൊവിഷണൽ ഗവൺമെന്റ് ആരുടെ കീഴിലാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈനോറിറ്റി ഗ്രൂപ്പ് ഉണ്ടായില്ലേ, മെൻഷെവിക് ലീഡറായ അലക്സാണ്ടർ കെറൻസ്കിയുടെ കീഴിലാണ് വന്നത്. ഈ അലക്സാണ്ടർ മെൻഷെവിക് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാ വന്നേ, നമ്മുടെ ആദ്യം മാർക്സിസ്റ്റ് ഐഡിയോളജി പ്രകാരം സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, മെൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും. അതിലെ മെൻഷെവിക്കിന്റെ ലീഡറായ അലക്സാണ്ടർ കെറൻസ്കിയുടെ കീഴിലാണ് പ്രൊവിഷണൽ ഗവൺമെന്റ് വന്നത്. അപ്പൊ ഇതിനെയാണ് ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഫെബ്രുവരി റെവല്യൂഷൻ ഇതാണെങ്കിൽ നടന്നത് മാർച്ചാണ്, പക്ഷെ റഷ്യൻ കലണ്ടർ ഇത്തിരി തലതിരിഞ്ഞിട്ടാണ്, കുറച്ച് പുറകിലോട്ടാണ്. അപ്പൊ നമ്മുടെ മാർച്ച്
മാർച്ച് എന്ന് പറയുന്നത് അവരുടെ ഫെബ്രുവരി ആണ്. അതുകൊണ്ട് ഇതിനെ ഫെബ്രുവരി റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം ബ്ലഡി സൺഡേ വന്നു. ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് റഷ്യ ജപ്പാൻ വാർ കാരണം അവസ്ഥ ഭയങ്കര ദുരിതത്തിലായി. അങ്ങനെ വർക്കേഴ്സ് ഒരു ഡിമാൻഡ് ചെയ്യാൻ പോയതാണ് എക്കണോമിക് റിഫോംസും പൊളിറ്റിക്കൽ റൈറ്റ്സും. അന്ന് സോൾജേഴ്സ് നിറയെ ഒഴിച്ചു, കുറെ പേര് മരിച്ചു. അതിനെ ബ്ലഡി സൺഡേ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും സോവിയറ്റ്സ് ഉണ്ടായി, ഭയങ്കര സ്ട്രൈക്ക് ഉണ്ടായി. എന്നിട്ട് നിക്കോളസ് ടു ഡ്യൂമ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എപ്പോ ഭയങ്കര ഷോർട്ടേജ് ആയി, ബ്രെഡും ഇല്ല, വർക്ക് ഇല്ല, അങ്ങനെ. അപ്പൊ എല്ലാവരും കൂട്ടിട്ട്, പെണ്ണുങ്ങളും വർക്കേഴ്സും എല്ലാവരും കൂട്ടിയിട്ട് പോയി. അന്ന് സോൾജേഴ്സ് അടിച്ചമർത്താൻ വന്ന സോൾജേഴ്സ് വർക്കേഴ്സിന്റെ കൂടെ ചേർന്നു. അങ്ങനെ നിക്കോളസ് ടൂനെയും പുറത്താക്കി. അതുപോലെ തന്നെ പെട്രോഗ്രാഡ് പിടിച്ചടക്കി. ഇത് ഫെബ്രുവരി റെവല്യൂഷൻ. ബ്ലഡി സൺഡേ കഴിഞ്ഞിട്ട് ഫെബ്രുവരി റെവല്യൂഷൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്താണ് ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഡിഡ് നോട്ട്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഉണ്ടായിരുന്നേ. സോവിയറ്റ്സ് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ചില ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് എന്താ വെച്ചാൽ ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ അലക്സാണ്ടർ കെറൻസ്കിയുടെ കീഴിലുണ്ടായ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു കീഴിലാണ് വ്ളാഡിമിർ ലെനിന് പുറത്തായിരുന്നു, സ്വിറ്റ്സർലാൻഡിലായിരുന്നു. പുള്ളിക്കാരൻ തിരിച്ചു വന്നു. ലെനിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തിരിച്ചു വന്നു, നാട് കടത്തപ്പെട്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് റഷ്യയിലേക്ക് വന്നു. എന്നിട്ട് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തു. പുള്ളിക്കാരൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ടെമ്പററി ഗവൺമെന്റ് പറ്റില്ല, നിങ്ങൾ ഫുൾ പവറും ഈ പറയുന്ന സോവിയറ്റ്സിന് കൊടുക്കണം. സോവിയറ്റ്സ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് യൂണിയൻ, എല്ലായിടത്തും വർക്കേഴ്സ് യൂണിയൻ ക്രിയേറ്റഡ് ആവാൻ തുടങ്ങി. ഫുൾ പവറും സോവിയറ്റ്സിന് കൊടുക്കണം, എന്നാലേ നമ്മൾ ചെയ്യുന്ന റെവല്യൂഷന്റെ എയിം എന്ന് പറയുന്നത് പവർ ടു ബി ട്രാൻസ്ഫർ ടു വർക്കേഴ്സ്, ആ എയിം റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബോൾഷെവിക്സും അതേപോലെ തന്നെ സോവിയറ്റ്സും പുള്ളിക്കാരന് വൻ സപ്പോർട്ടായിരുന്നു. മെൻഷെവിക്സ് സപ്പോർട്ടല്ല, മെൻഷെവിക്സിന്റെ ആണ് ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. അപ്പൊ ഒന്നുകൂടി പറയാം, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി, മെൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും. ഇതില് മെൻഷെവിക് ആണ് മൈനോറിറ്റി. മെൻഷെവിക്കിന്റെ ലീഡർ ആണ് നമ്മുടെ അലക്സാണ്ടർ കെറൻസ്കിയുടെ കീഴിലാണ് നമ്മുടെ ഫെബ്രുവരി റെവല്യൂഷന്റെ സമയത്ത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് വന്നത്. പക്ഷെ കുറെ സോവിയറ്റുകാര് നമ്മുടെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തില്ല. വ്ളാഡിമിർ ലെനിൻ പുറത്തുനിന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഫുൾ പവറും നിങ്ങൾ മര്യാദയ്ക്ക് സോവിയറ്റിന് കൊടുക്കണം, എന്നാലേ, സോവിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്ഥലത്തുള്ള വർക്കേഴ്സ് ഗ്രൂപ്പിനാണ് സോവിയറ്റ്സ് എന്ന് പറയാം, അവർക്ക് കൊടുക്കണം, എന്നാലേ എയിം ഓഫ് ദ റെവല്യൂഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ എന്ന്. അപ്പൊ ഇയാൾക്ക് ലെനിന് ആരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ബോൾഷെവിക്സ്, അതായത് മെജോറിറ്റിയുടെയും അതുപോലെ സോവിയറ്റ്സിന്റെയും സപ്പോർട്ട്, അതായത് വർക്കേഴ്സ് ഗ്രൂപ്പിന്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വർക്കേഴ്സ് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലിഫ്റ്റ്മെന്റ് വരുള്ളൂ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാശ് കിട്ടാൻ തുടങ്ങുള്ളൂ, അതേപോലെ ഇനിക്വാലിറ്റി മാറുള്ളൂ എന്നുള്ളത് അവര് പറയാൻ തുടങ്ങി. സോ സെഞ്ചുറീസ് ആയിട്ട് കുറെ വർഷങ്ങളായിട്ട് ഇതേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വർക്കേഴ്സ് ഗവൺമെന്റ് വന്നാൽ മാത്രമേ ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ്നെസ്സിന് ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ, ഇനിക്വാലിറ്റിക്ക് ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ കുറെ ഡിമാൻഡ്സ് വെച്ച്, നമ്മുടെ ലെനിനും ബോൾഷെവിക്സും സോവിയറ്റ്സും കൂടിയിട്ട് കുറെ ഡിമാൻഡ് വെച്ചു. റഷ്യനെ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും പിൻവലിക്കണം, അതേപോലെ കുറെ ലാൻഡ് ലോർഡ്സ് ഉണ്ട്, ഭയങ്കര ദുഷ്ടമാരായിട്ടുള്ള ലോർഡ്സ്, അവരുടെ കയ്യിൽ നിന്നും ലാൻഡ് പിടിച്ചടക്കണം, എന്നിട്ട് അതെല്ലാം ഫാമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എന്നിട്ട് ഫാക്ടറീസിനെയൊക്കെ പബ്ലിക് പ്രോപ്പർട്ടി ആക്കണം. ഇങ്ങനെയൊക്കെ കുറെ ഡിമാൻഡ്സ് അവർ വെച്ചു. റഷ്യനെ വിഡ്രോ ചെയ്യണം, ലോർഡ്സിൽ നിന്ന് ലാൻഡ് പിടിച്ചടക്കിയിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഫാക്ടറീസ് എല്ലാം പബ്ലിക് പ്രോപ്പർട്ടി ആക്കണം. അങ്ങനെ ഒക്ടോബർ 1917 ബോൾഷെവിക്സ് ഒരു ആംഡ് റെബല്യൻ ചെയ്തു നമ്മുടെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെതിരെ. അവനവന്റെ ഗവൺമെന്റ് ആണ്, പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെതിരെ ബാക്കിയുള്ള പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് മെൻഷെവിക്സ് ആണ് ഉണ്ടാക്കിയത്. മെൻഷെവിക്സിനെതിരെ, അതായത് ഗവൺമെന്റിനെതിരെ ബോൾഷെവിക്സ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി കെറൻസ്കി എന്ന് പറയുന്ന പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ ഹെഡാണ്, മെൻഷെവിക്സിന്റെ ഹെഡായിരുന്നു. അപ്പൊ കെറൻസ്കി നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോയി. എന്നിട്ട് റഷ്യ ബോൾഷെവിക്സിന്റെ കീഴിൽ വന്നു. ബോൾഷെവിക്സ് ആണ് അവസാനം പിടിച്ചടക്കിയത്. ഇതാണ് ഒക്ടോബർ റെവല്യൂഷൻ. അപ്പൊ ബ്ലഡി സൺഡേ ഉണ്ടായിരുന്നു, ഫെബ്രുവരി റെവല്യൂഷൻ ഉണ്ടായിരുന്നു, ഒക്ടോബർ റെവല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് എന്തായിരുന്നു? റഷ്യ ജപ്പാൻ വാറിന്റെ ബാക്കി പത്രമായിട്ട് ആൾക്കാർ പോയി ഡിമാൻഡ് ചെയ്തതാണ്, ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സ് വേണമെന്ന്. പക്ഷെ അപ്പൊ സോൾജേഴ്സ് നിറയിച്ചു. ദാറ്റ് ഈസ് ബ്ലഡി സൺഡേ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് രൂക്ഷമായി. പെണ്ണുങ്ങളും അതുപോലെ തന്നെ വർക്കേഴ്സും അതുപോലെ എല്ലാവരും കൂടി മാർച്ച് ചെയ്തു. സോൾജേഴ്സ്
സോൾജേഴ്സ് വന്ന് അടിച്ചമർത്താൻ പോയി, സോൾജേഴ്സ് കൂട്ടത്തിൽ ചേർന്നു. അങ്ങനെ വന്നതാണ് ഫെബ്രുവരി റെവല്യൂഷൻ. ഈ സമയത്ത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഉണ്ടായി. അങ്ങനെ മെൻഷേവിക്സ് ലീഡറായി. അത് കഴിഞ്ഞിട്ട് വന്നതാണ് മെൻഷേവിക്സിനെതിരെ ലെനിനും അതുപോലെ സോവിയറ്റ്സും അതുപോലെ ബോൾഷെവിക്സും കൂടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി, വർക്കേഴ്സ് ഗവൺമെന്റ് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർ കുറെ ഡിമാൻഡ്സ് വെച്ചു. 3 ഡിമാൻഡ്, ലൈക്ക് റഷ്യനെ പിൻവലിക്കണമെന്നും വേൾഡ് വാറിന് പിൻവലിക്കണമെന്നും ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി ആക്കണമെന്നും. അങ്ങനെ ബോൾഷെവിക്സ് മെൻഷെവിക്സിനെതിരെ, അതായത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഫൈറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കെറൻസ്കി ഓടിപ്പോയി, ബോൾഷെവിക്സ് പവർ എടുത്തു. ഇതാണ് ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സബ്സിക്വന്റ്ലി ഒരു കൺവെൻഷൻ, ഒരു മീറ്റിംഗ് നടന്നു. എല്ലാ സോവിയറ്റ്സിന്റെയും ഒരു മീറ്റിംഗ് നടന്നിട്ട് ലെനിനെ ഹെഡായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ ഒരു സംഭവത്തില് കുറെ കാര്യങ്ങൾ, റഷ്യൻ റെവല്യൂഷന്റെ റിസൾട്ട് ആയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നേ. എന്തൊക്കെ ചെയ്തു? ഒന്ന്, റഷ്യ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും പിൻവലിച്ചു. എന്നിട്ട് ലാൻഡ് എല്ലാം പിടിച്ചടക്കിട്ട് സീസ് ചെയ്തിട്ട് പെസൻസിനെല്ലാം ഡിസ്ട്രിബ്യൂട്ട്, ഫാമേഴ്സിന് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. പബ്ലിക് സെക്ടർ, അതായത് ഗവൺമെന്റ് കൺട്രോൾ ചെയ്തിട്ടുള്ള സംഭവങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ സെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഏതൊരു സാധനവും പ്ലാനിങ് ആയിട്ട്, ഫാമിംഗ് ആണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അങ്ങനത്തെയൊക്കെ പ്ലാനിങ് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ സയൻസ്, ടെക്നോളജി, എക്കണോമിയിലൊക്കെ അച്ചീവ്മെന്റ്, കുറെ ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുള്ളത് അവർ തീരുമാനിച്ചു. പിന്നെ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ 1924 ഭരണഘടന കൊണ്ടുവന്നു. അതുപോലെ തന്നെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, പല സോവിയറ്റ് റിപ്പബ്ലിക്സിനെ, കുറെ സോവിയറ്റ്സ് ഉണ്ടെന്ന് പറയില്ലേ, വർക്കേഴ്സ് യൂണിയൻ ഇല്ലേ, അപ്പൊ കുറെ സോവിയറ്റ് റിപ്പബ്ലിക്സ് ഉണ്ട്, എല്ലാത്തിനെയും ഒന്നിച്ചാക്കി യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അതായത് USSR എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്, ഈ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയ ത്രൂ ഔട്ട് ദ വേൾഡ് സ്പ്രെഡ് ചെയ്യാനും അവര് തീരുമാനിച്ചു. അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറിന് മാറിയത്, പെസൻസിന് ലാൻഡ് കൊടുത്തത്, സെൻട്രലൈസ് പ്ലാനിങ് കൊടുത്തത്, ഗവൺമെന്റ് സെക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്, സയൻസ്, ടെക്നോളജി, എക്കണോമി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വന്നത്, പുതിയ ഭരണഘടന ഉണ്ടാക്കിയത്, USSR ഫോം ചെയ്തത്, സോഷ്യലിസ്റ്റ് ഐഡിയാസ് ത്രൂ ഔട്ട് ദ വേൾഡ് കൊണ്ടുവന്നത്. ഇതൊക്കെ നമ്മുടെ റഷ്യൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതിലും ഈ പറയുന്ന പോലെ അപ്പോഴത്തെ അവസ്ഥ, ട്രിഗർ എന്താണ്, അങ്ങനെ ബ്ലഡി സൺഡേ, ഫെബ്രുവരി റെവല്യൂഷൻ, ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറയുന്ന സംഭവങ്ങളും അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു.